നമ്മുടെയൊക്കെ ചുറ്റിനും നമ്മുടെ രക്തബന്ധങ്ങളിലെ, കൂട്ടുകുടുംബങ്ങളിലെ, ബന്ധുമിത്രാദികളിലെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് വിശ്രമജീവിതം നയിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത്തരം രോഗികളോട് സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർത്തമാനങ്ങൾ പറയൽ, ആ രോഗിയെ സന്ദർശിക്കൽ വളരെ പുണ്യകരമായ കർമ്മമാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമറനാ ബി സബ്ഇൻ ബിഇയാദത്തിൽ മരീദ്. വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നു. അതിൽ നിരാലംബരും അശരണരുമായ ആളുകൾക്ക് സാന്ത്വനമേകുക, ജനാസയെ അനുഗമിക്കുക, മർദ്ദിതന് തുണയാകുക. ഈ 7 കാര്യങ്ങളിൽ ആദ്യം എണ്ണുന്നത് ഇയാദത്തുൽ മരീദ്, രോഗസന്ദർശനം നടത്തുക എന്നുള്ളതാണ്. അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അത്ഇമുൽ ജാഇഅ വഉദുൽ മരീദ്. നിങ്ങൾ രോഗസന്ദർശനം നടത്തുവിൻ എന്ന്. രോഗസന്ദർശനം നടത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാമിൻ മുസ്ലിമിൻ യഊദു മരീളൻ ഇല്ലാ ഖറജ മഅഹു 70,000 മലക്കിൻ യസ്തഗ്ഫിറൂൻ. 70,000 മലക്കുകൾ പ്രഭാതത്തിൽ രോഗസന്ദർശനം നടത്തിയ ആൾക്ക് പ്രദോഷമാകുന്നത് വരെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവന് പുറത്തു കൊടുക്കണമെന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമാണ്, സന്ധ്യാസമയങ്ങളിലാണ് രോഗസന്ദർശനം നടത്തുന്നതെങ്കിൽ രാവിലെയാകുന്നത് വരെ അവന് വേണ്ടി പ്രത്യേകം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പതിവായിരുന്നു രോഗസന്ദർശനം നടത്തലും. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദു ബഅല അഹ്ലിഹി യംസഹു ബിയദിഹിൽ യുംന. ഹബീബായ തങ്ങൾ വലതുകരം കൊണ്ട് രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് തടകിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസി വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ദുആ. അത് ശരിക്കൊരു തഅവൂദാണ്. രോഗം ഷിഫയാകാൻ വേണ്ടിയിട്ടുള്ള കാവൽ തേടലും ദുആഉമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. നമ്മുടെ ചുറ്റിനും അശരണരായ, നിരാലംബരായ, പാവപ്പെട്ട രോഗികളായ ആളുകൾ എത്രയോ വിഷമത്തോടുകൂടെ ഇരിക്കുന്നുണ്ട്. അവരെ ഇൻസൾട്ട് ചെയ്യരുത്. അവരോട് ഷിഫയാകും, അള്ളാഹ് ഷിഫയാക്കി തരട്ടെ. വലിയ വലിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ ഇത് പാരത്രിക ലോകത്ത് വലിയ സ്ഥാനവും ഗുണവും ലഭിക്കാനൊക്കെ കാരണമാകുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. ആ രോഗിക്ക് മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും ശാന്തിയും സമാധാനവും ലഭിക്കും ആ വാക്കുകളിൽ നിന്ന്. അള്ളാഹു രോഗികൾക്കൊക്കെ ആജിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.